നമസ്തേ, സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന തൈപ്പൂയ മഹോത്സവത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളുമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. സുബ്രഹ്മണ്യ ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും പുണ്യകരമായ ഒരു ദിവസം കൂടിയാണിത്. ഫെബ്രുവരി 1 ഞായറാഴ്ചയാണ് തൈപ്പൂയം. പുലർച്ചെ 1:34 പൂയം നക്ഷത്രം ആരംഭിച്ച് രാത്രി 11:58 അവസാനിക്കുന്നു. തൈപ്പൂയവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 2 ഐതിഹ്യമാണ് പറഞ്ഞു കേൾക്കുന്നത്. ആദ്യത്തേത് സുബ്രഹ്മണ്യ ഭഗവാന്റെ ജന്മദിനമായിട്ട് ഈ ഒരു ദിവസത്തെ കണക്കാക്കുന്നുണ്ട്. കൂടാതെ താരകാസുരനെ വധിക്കാനായി ശ്രീ പാർവതി ദേവി വേൽ സമ്മാനിക്കുകയും തുടർന്ന് യുദ്ധത്തിൽ താരകാസുരനെ നിഗ്രഹിച്ച് സുബ്രഹ്മണ്യൻ വിജയം കൈവരിച്ച ദിനമായും ഈ ദിവസത്തെ ആഘോഷിക്കപ്പെടുന്നുണ്ട്. തമിഴ് പഞ്ചാംഗം അനുസരിച്ച് തൈ മാസത്തിലെ പൂയം നക്ഷത്രമായതിനാൽ ഇതിനെ തൈപ്പൂയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അന്ന് ദിവസം വ്രതമനുഷ്ഠിച്ച് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളില് കാവടിയേന്തി ഭഗവാനെ വണങ്ങുന്നതിലൂടെ അഭീഷ്ട സിദ്ധിയാണ് ലഭിക്കുന്നത്. പൂർണ്ണമായ ഉപവാസമായോ ഒരിക്കലൂണായിട്ടോ നമുക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. 48, 21, 6, 3, 1 ഇങ്ങനെ പല ദിവസങ്ങളിലായിട്ട് നമുക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. അന്ന് ഭഗവാന് അഭിഷേകം നടത്തുന്നതും മഞ്ഞൾ സമർപ്പിക്കുന്നതും വളരെ ശ്രേഷ്ഠമായി കണ്ടുവരുന്നു. പൂജാമുറിയിൽ വെറ്റില ദീപങ്ങൾ കൊളുത്തുന്നതും വേൽ പൂജ നടത്തുന്നതും നമുക്ക് ഐശ്വര്യം തരുന്നതാണ്. എങ്ങനെയാണ് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് വേൽ പൂജ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കുളി കഴിഞ്ഞ് ശുദ്ധമായ വസ്ത്രം ധരിച്ച് പൂജാമുറിയിൽ വരിക. പൂജാമുറിയിൽ അന്ന് നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് നിലവിളക്ക് കൊളുത്തണം. അതിനുശേഷം നമ്മുടെ വീട്ടിലുള്ള വേൽ പൂജാമുറിയിലെ ഒരു തട്ടത്തിൽ വെക്കുക. ആദ്യം വേലിനെ ശുദ്ധമാക്കുക എന്നതാണ്. വെള്ളമോ പനിനീറോ ഉപയോഗിച്ച് വൃത്തിയായി വേൽ കഴുകി നല്ല വൃത്തിയുള്ള ഒരു തുണി ഉപയോഗിച്ച് വേൽ തുടച്ച് വൃത്തിയാക്കുക. ശേഷം വേലിനെ അലങ്കരിക്കണം. അലങ്കരിക്കാനായിട്ട് മഞ്ഞൾ, കുങ്കുമം, ചന്ദനം എന്നിവ ഉപയോഗിച്ച് വേലിന് പൊട്ടു തൊടാവുന്നതാണ്. ഭഗവാന്റെ പ്രിയപ്പെട്ട പുഷ്പങ്ങളായ ചുവന്ന അരുളിയും മഞ്ഞപ്പൂക്കളും ഒക്കെ നമുക്ക് വേലിന് സമർപ്പിക്കാവുന്നതാണ്. ഇവ നമ്മുടെ കയ്യിലില്ലെങ്കിൽ വീട്ടിൽ ലഭ്യമായിട്ടുള്ള പൂക്കൾ സമർപ്പിച്ചാലും മതി. അതിനുശേഷം നമുക്ക് വേലിന് നിവേദ്യം സമർപ്പിക്കണം. പഴമോ പാലോ എന്തെങ്കിലും ഒരു നിവേദ്യം കൂടി സമർപ്പിക്കുക. അതിനുശേഷം ഓം ശരവണ ഭവായ നമ എന്ന മന്ത്രം, അങ്ങനെയുള്ള ഭഗവാന്റെ ഏതൊരു മന്ത്രവും നമുക്ക് ജപിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ആഗ്രഹം, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ന് വേൽ പൂജ ചെയ്യുന്നത് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ഭഗവാനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അതിനുശേഷം ദീപ ധൂപ ആരതി എടുത്ത് നമുക്ക് പൂജ അവസാനിപ്പിക്കാവുന്നതാണ്. കുറച്ച് സമയത്തിന് ശേഷം നിവേദ്യമായി സമർപ്പിച്ച പാലോ പഴമോ എന്താണോ അത് നമുക്ക് വീട്ടിലുള്ള എല്ലാവർക്കും കൂടി കഴിക്കാവുന്നതാണ്. ഇങ്ങനെയാണ് വളരെ ലളിതമായിട്ട് വീട്ടില് വേൽ പൂജ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ദാമ്പത്യ പ്രശ്നങ്ങളോ അതുപോലെ തന്നെ ശത്രുദോഷം, ചൊവ്വാദോഷം, മാംഗല്യസിദ്ധി, ആയുരാരോഗ്യം, കടബാധ്യതകളിൽ നിന്ന് മോചനം, കുട്ടികളുടെ പഠന മികവ്, അങ്ങനെ സർവ്വ ഐശ്വര്യങ്ങളും നമുക്ക് ലഭിക്കുമെന്നാണ് വിശ്വസിച്ചു വരുന്നത്. അന്നത്തെ ദിവസം നമുക്ക് ജപിക്കാവുന്ന മന്ത്രങ്ങള് ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഈ മന്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിയുന്നത്ര തവണ ജപിക്കാവുന്നതാണ്. ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതിനോടൊപ്പം തന്നെ സ്കന്ദഗുരു കവചം, സ്കന്ദഷഷ്ടി കവചം, വേൽമാറൽ, സുബ്രഹ്മണ്യ ഭുജംഗം, സുബ്രഹ്മണ്യ പഞ്ചരത്നം തുടങ്ങിയവയെല്ലാം ജപിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.